ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ ആയിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഈ വീഡിയോയിലൊരു ആസ് ഓൾവേസ് ഒരു സ്ക്രിപ്റ്റ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് കുറേ പോയിന്റ്സ് കവർ ചെയ്യണം. ഐ ഹോപ്പ് ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യും. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് വീഡിയോ. അപ്പോൾ ആൻഡ് ദിസ് ഇസ് നത്തിങ് റിലേറ്റഡ് ടു ജർമ്മനി, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ്. ഓൾസോ ഈ വീഡിയോയിൽ മെൻ്റൽ ഹെൽത്ത് അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ടാവും. ഐ ആം നോട്ട് ആൻ എക്സ്പേർട്ട്. അപ്പോൾ ഡിസ്ക്ലെയിമർ പറയാണ്, ഇഫ് യു ഹാവ് സീരിയസ് മെൻ്റൽ ഇഷ്യൂസ് ഓർ അങ്ങനത്തെ കൺസൾട്ട് എ സർട്ടിഫൈഡ് പേഴ്സൺ. ഓക്കെ, ഇത് ഒരു കോമൺ മാൻ ആയിട്ടുള്ള ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഐ എം നോട്ട് എ ട്രെയിൻഡ് പേഴ്സണൽ. അപ്പോൾ ഞാൻ അഡ്വൈസും തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഹൗ ഐ എം ട്രൈയിങ് ടു ഇത് കൂടെയൊക്കെ എങ്ങനെയാണ് ഞാൻ പോകുന്നത് എന്നുള്ളത് ആണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് ക്ലിയർ ആക്കുകയാണ്. സോ ഗൈസ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഉള്ള പേർപ്പസ് എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കുറേ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര മടിയും എനിക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഐ തിങ്ക് ദ ടൈം ഹാസ് ഫൈനലി കം. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം കുറച്ചു കാലം മുമ്പ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദിസ് ലൈഫ് എന്ന്. അതായത് വാട്ട് എക്സാക്ട്ലി. സോ ലൈഫ് എന്ന് പറയുന്നത്, അപ്പോൾ എനിക്ക് കുറച്ച് ആൻസേഴ്സ് കിട്ടി. ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ ഇവിടെ വന്നു, കുറച്ച് എക്സ്പീരിയൻസസ് നമ്മൾ ലൈഫ് ആസ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ചെയ്യുന്നു, നമ്മൾ പോകുന്നു, അത്രേ ഉള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വേറൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ദെൻ പിന്നെയുള്ള ക്വസ്റ്റ്യൻ, ആർ വി റിയലി ലിവിങ് അവർ ലൈഫ്? നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫ് ലിവ് ചെയ്യാണോ എന്നുള്ളൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് കടന്നു വന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്താണ് ശരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ മെയിൻ ഇങ്ങനെയൊക്കെ എനിക്ക് തോട്ട്സ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു ദിവസം ഞാൻ അങ്ങനെ നോക്കി, എണീക്കുന്നു, എന്തോ ചെയ്യുന്നു, വരുന്നു, പോകുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെയും എണീച്ച് പോകുന്നു. ഇതാണോ ലൈഫ്? ഇത് അല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇമോഷൻസ് എല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെയാണ് കേട്ടോ ഈ എൻ്റെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഇമോഷൻസ് എല്ലാം നമ്പാവുന്ന ഒരു ടൈം. അതായത് പണ്ടൊക്കെ ഒരു ചെറിയ കാര്യം കേൾക്കുമ്പോഴേക്കും ഒരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിപ്പോൾ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, സന്തോഷം എന്നല്ല, സന്തോഷം, സങ്കടം, അസൂയ, ടേക്ക് എനിത്തിങ്, എന്ത് ഇമോഷൻസ് എങ്കിലും നമ്മളത് ഫുള്ളായി ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നും അങ്ങോട്ട് ഇമോഷൻസ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. സട്ടിലായിട്ടാണ് അത് മാറിക്കൊണ്ടേയിരിക്കുന്നത് ഡേ ബൈ ഡേ. ജോലിക്ക് പോകുന്നു ചോദിച്ചാൽ പോകുന്നുണ്ട്, പോയിട്ട് വരുന്നുണ്ട്, എന്തോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞാൻ ഈ ഒരു സാധനത്തിനെ കുറിച്ച് കുറച്ചുകൂടി ആലോചിക്കാൻ തോന്നിയത്. എന്തായിരിക്കും കാരണം. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ പറഞ്ഞു എൻ്റെ ഇമോഷൻസ് നമ്പായി തുടങ്ങി എന്നുള്ള രീതിയിൽ. അതായത് പഴയ പോലെയുള്ള ഒരു, എന്തായാലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും പഴയ പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അടുത്തത് എൻ്റെ പ്രശ്നം, ആൾക്കാരെ വിളിക്കുക എന്നുള്ളതാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ, ഈ പണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പഴയത് കാര്യമൊന്നും അല്ല പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ വന്നിട്ട്, ജർമ്മനി വന്നിട്ട് 5 വർഷമായി. ഒരു ലെറ്റ്സ് സേ 2 വർഷം മുമ്പ് വരെ ഒക്കെ ആൾക്കാരെ വിളിച്ച് സംസാരിക്കുക. ഐ ഓൾവേസ് മെയ്ഡ് എൻ എഫേർട്ട്. ആൾക്കാരെ വിളിച്ചിട്ട് ഒരു 4 വർത്തമാനം സംസാരിക്കുക. ഡെയിലി അങ്ങനെ ആയിരിക്കും. ആൾക്കാരെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ഫ്രണ്ട്സിനെ വിളിക്കുക, ഗ്രൂപ്പ് കോൾ ചെയ്യുക. ഓക്കെ, ആ ഒരു സമയത്ത് ഐ ഫെൽറ്റ് റിയലി ഗുഡ്. അതൊരു റൂട്ടീനായിരുന്നു. അതിന് എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് കൂടി എനിക്ക് തോന്നാറില്ല. ഞാൻ അത് എൻ്റെ ഒരു ഇതായിട്ട് അങ്ങനെ ചെയ്യും. ബട്ട് ഈയിടെയായിട്ട് അതും കുറഞ്ഞു, ആൾക്കാരെ വിളിക്കൽ കുറഞ്ഞു. അറിയില്ല, എന്നാ ഭയങ്കര ബിസിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല, ബിസിയൊന്നും അല്ല, നല്ല ടൈമുണ്ട്. ബിസി ആ പരിപാടിയൊന്നും അല്ല. ഇവിടെ ഒന്നും ചെയ്യുന്നുമില്ല, എന്നാ പിന്നെ ആരെയും വിളിക്കുന്നുമില്ല. അതാണ് എൻ്റെ അടുത്ത പോയിന്റ്. ആൾക്കാരെ പഴയ പോലെ ഒരു എൻഗേജ്മെന്റോ ഒരു സോഷ്യലൈസിങ്ങോ പരിപാടികളോ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയാം. അടുത്തത്, ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. അടുത്തത് ഒരു സിമ്പിൾ സാധനം ഞാൻ പറഞ്ഞുതരാം. സിനിമകൾ.
പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു സിനിമ കാണാനുള്ള ഒരു കൊതിയുണ്ട്. പുതിയ സിനിമകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. ആൻഡ് എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഇരുന്ന് ഫ്രൈഡേസ് നിർബന്ധമായിട്ടും ഒരു സിനിമ ഇങ്ങനെ കാണും. ചിലപ്പോൾ അത് പുതിയ സിനിമകളൊന്നും ഇല്ലെങ്കിൽ പഴയ സിനിമകൾക്ക് എടുത്ത് റീവാച്ച് ചെയ്യും. നമ്മൾ ചെറുപ്പത്തിൽ എന്താ പറയുക ഇരിക്കുമ്പോൾ കണ്ട സിനിമകളൊക്കെ ഒന്നും കൂടി എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ അത് വേറെ പോലെ ഉണ്ടാവും നമ്മൾക്ക്. ഇറ്റ് വിൽ ഗിവ് യു എ ഹോൾ ന്യൂ ഫീലിംഗ്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അതും മെല്ലെ 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 കുറഞ്ഞു പോകും. ആൻഡ് ദെൻ ദിസ് ഹോൾ ഡാം യൂട്യൂബ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു മോർ ദാൻ 1 year ആയി. ഐ ഡോണ്ട് നോ വൈ ഐ ജസ്റ്റ് കീപ് പോസ്റ്റ്പോണിങ് ദിസ് തിങ്. ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു മനസ്സ് എനിക്ക് എന്തുകൊണ്ടും ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, വൺ ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ 2 മാസമായിട്ട് എൻ്റെ അടുത്ത്, ബ്രോ നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാം, ഐ വിൽ ടെൽ യു എനിക്ക് എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പ് കിട്ടിയത്, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഞാൻ 2 ഇൻറ്റേൺഷിപ്പ് ചെയ്തു, ഇപ്പോൾ തീസിസും ചെയ്തു, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് സബ്സ്ക്രൈബർ ഇങ്ങോട്ട് എനിക്ക് മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ. ഞാൻ ബ്രോ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം പറഞ്ഞിട്ട് ഒരു 2 മാസമായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. അതാണ് ദ ഹോൾ പോയിന്റ് ഓഫ് ദിസ് വീഡിയോ. എന്ത് പറ്റി, എന്താണ് കാരണം? ആൻഡ് ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ എല്ലാ പ്രോബ്ലത്തിനും ഒറിജിൻ ഉണ്ടല്ലോ, ദിസ് ഡാം തിങ്, ഈ ഒരു സാധനമാണ്. കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇതന്നെയാണ്. ഇറ്റ്സ് ദ ഡാം ഫോൺ. ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഫോൺ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം ഡേ ടു ഡേ ലൈഫിൽ. ബട്ട് എൻ്റെ പോയിന്റ് നിങ്ങൾക്കറിയാം, ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എസ്പെഷ്യലി പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. ബട്ട് ദ തിങ് ഈസ്, ഹൗ ഈസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് അവർ സ്മാർട്ട് ഫോൺ ഓർ സോഷ്യൽ മീഡിയ ഫോർ ദാറ്റ് മാറ്റർ? നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് തിങ് ആണ് പ്രശ്നം. അത് എനിക്ക് മനസ്സിലാവാൻ കാരണം, ഞാൻ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. അതായത് ഇത് ഒരുപാട് മുമ്പ് കാര്യമൊന്നുമല്ല, വർക്കിന് പോകണു വരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഇതേ റൂട്ടീൻ. ആൻഡ് ദെൻ ഐ ഫെൽറ്റ് എന്തോ ശരിയില്ല. അപ്പോൾ ഐ ഡിസൈഡഡ് ഒരു രാവിലെ ഒരു ടൈം, ഒരു ബ്ലോക്ക് ഓഫ് ടൈമിൽ ഞാൻ ഫോൺ നോക്കുകയല്ല. സോ ബേസിക്കലി ഞാൻ രാവിലെ നേരത്തെ പണി തുടങ്ങുന്ന ഒരാളാണ്, ബിക്കോസ് ഒരു ഡൈനാമിക് എൻവയോൺമെന്റ് ആയതുകൊണ്ട് ആൻഡ് വെരി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. ഞാൻ 6:45 എല്ലാ ദിവസവും എൻ്റെ വർക്ക് തുടങ്ങാറുണ്ട്. 6:45 to 3 ഇതാണ് എൻ്റെ ടൈമിംഗ്. അപ്പോൾ ഐ ഡിസൈഡഡ്, ഞാനപ്പോൾ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock. ഓക്കെ, 5 മണിക്ക് എണീക്കാറുണ്ട്, പോകണമല്ലോ റെഡി ആയിട്ട്. അപ്പോൾ ഈ 5 മണിക്ക് എണീക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസത്തേക്ക്, ഒരേ ഒരു ദിവസത്തേക്ക് ഞാൻ എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഈ ഫോൺ നോക്കണ്ട. രാവിലെ എണീച്ച തൊട്ട് ഫസ്റ്റ് ബ്രേക്ക് ഞങ്ങൾക്ക് 9 മണിക്കാണ് രാവിലെ. അതുവരെ ഫോൺ നോക്കാതിരിക്കുക, പറ്റുമോ ഇല്ലയോ നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞു, രാവിലത്തെ ആ പോർഷൻ ഫുള്ളും ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, രാവിലത്തെ ബ്രേക്കും നമുക്ക് സ്കിപ്പ് ചെയ്യാം, മര്യാദയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുക 15 മിനിറ്റ് ബ്രേക്കിൽ. അപ്പോഴും ഈ സാധനം നോക്കണ്ട. നോർമലി നോക്കണ്ട പറഞ്ഞാൽ എന്താണ്, ഈ ഇന്റർവെല്ലിൽ ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് വാട്സാപ്പിൽ എന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, അത്രേ ഉള്ളൂ. നത്തിങ്. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇതൊന്ന് ഒഴിവാക്കുക എന്നുള്ളത്. ലഞ്ച് ടൈം വന്നു, ലഞ്ച് ടൈം സ്കിപ്പ് ചെയ്തു. ഒരു അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട് അറ്റ് 12 o'clock. ഞാൻ ഈ സാധനം തൊട്ടേയില്ല, ഞാൻ മിണ്ടാതെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞിട്ട്, സോ 3 o'clock കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോൺ എടുത്തത്. ആൻഡ് ട്രസ്റ്റ് മീ, ഒറ്റ ദിവസം ഞാൻ ചെയ്തിട്ടുള്ളൂ. ഐ ഫെൽറ്റ് റിയലി ഗുഡ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, അപ്പോൾ ഈ ഡാം തിങ് തന്നെയാണ് പ്രോബ്ലം എന്നുള്ളത്. ലൈക്ക് ദ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് തിങ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ബ്രേക്കിൽ ചെയ്യുന്നത്? അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വാട്സാപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചോ നോക്കും, 4 സ്റ്റേറ്റസ് നോക്കും, അത്രേ ഞാൻ ഈ ഫോണിൽ ചെയ്യുന്നുള്ളൂ. ട്രസ്റ്റ് മീ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അത് ഒഴിവാക്കിയപ്പോഴേ ഐ ഫെൽറ്റ് റിയലി ഗുഡ്. അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ കാണുന്ന എല്ലാവരും ഒറ്റ ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആൻഡ് കമൻറ്റ്. അത് കഴിഞ്ഞ് വന്ന് കമൻറ്റ് ചെയ്യൂ. രാവിലെ എണീച്ചത് തൊട്ട് സ്ട്രെയിറ്റ് ഫോർ ലൈക്ക്, ഇഫ് യു ക്യാൻ ഡു ഇറ്റ് 7-8 hours
ഫോൺ ഒഴിച്ച്, ഓഫ് കോഴ്സ് എമർജൻസി കോൾസ് വരും, ഇന്റർനെറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ച് നോക്കൂ, യു വിൽ ഫീൽ അമേസിങ്. പക്ഷെ ഞാൻ വേറെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഐ വിൽ ഗെറ്റ് ടു ദാറ്റ്. അപ്പോൾ ഒരു ദിവസം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് കാരണം. എനിക്ക് മുമ്പേ ഐ നോ മൈ റിലേഷൻഷിപ്പ് വിത്ത് ഫോൺ ഓർ സോഷ്യൽ മീഡിയ എങ്ങനെ എന്നെ ബാധിക്കുമെന്ന് എനിക്കറിയാം. കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. ഇത് ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയ, ഇപ്പോൾ ജർമ്മനിക്ക് വരുന്ന മുമ്പേ ഞാൻ ഡിറ്റോക്സസ് ചെയ്യാറുണ്ട്. വാട്സാപ്പിൽ നിന്ന് ഐ ജസ്റ്റ് ഗോ ഫോർ ഒരു 2 months 3 months ഞാൻ ഓഫ്ലൈൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആൻഡ് ദെൻ എനിക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ സ്പെസിഫൈ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഞാനൊരു ഫോൺ അഡിക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ വലിയ കാര്യമായിട്ട് പറയുന്നൊന്നുമല്ല. നമ്മൾ പറയുമ്പോൾ വിചാരിക്കും യു ഷുഡ് നോട്ട് അസോസിയേറ്റ് ദിസ് ടു ഫോൺ അഡിക്ഷനോ സോഷ്യൽ മീഡിയ അഡിക്റ്റോ എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. കാരണം 2026 തൊട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുന്നതേ, പണ്ടേ ഇൻസ്റ്റാഗ്രാം ആപ്പ് ഇതിലില്ല, അത് 2-3 വർഷമായി ഇൻസ്റ്റാഗ്രാം ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട്. ഐ നെവർ യൂസ്ഡ് ഇൻസ്റ്റാഗ്രാം ആപ്പ്. ഞാൻ പക്ഷെ ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്തിട്ടാണ് ഇൻസ്റ്റാഗ്രാം അപ്പം നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ഡാൻസ് റീൽസും കലാപരിപാടികളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യായിരുന്നു. ആൻഡ് ദെൻ എന്താ പറയുക, 2026 തൊട്ടിട്ട് ഐ മേഡ് എ ഡെസിഷൻ ദാറ്റ് ഞാൻ അത് ലോഗിനും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ്. ഇതിന് ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. ദ ബെസ്റ്റ് തിങ് ഐ ഡിഡ്, ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കിയത്. ദിസ് ഇസ് അഗെയിൻ ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ പറയാന്ന് വെച്ചാൽ, ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഐ ആസ്ക് മൈ ഫ്രണ്ട്. ഇന്നാൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു, എന്താടാ നീ ഫ്രീ ടൈമിൽ ചെയ്യുക എന്നുള്ളത്. അപ്പം പറഞ്ഞു, ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കൂടെ, ഐ ലവ് ഇറ്റ് എന്ന്. സോ ദർ വിൽ ബി പീപ്പിൾ ഹു റിയലി ലവ് ഇറ്റ്. അവർക്കുള്ള വീഡിയോ അല്ല ഇത്. ദിസ് ഇസ് എൻ്റെ എക്സ്പീരിയൻസ്. മേ ബി എന്നെ പോലെ 1-2 ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ആൻഡ് ഐ ഓൾറെഡി ടോൾഡ് യു, ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു മൈസെൽഫ്. ഞാൻ എനിക്ക് തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒരു അഡിക്റ്റ് അല്ല. എൻ്റെ കയ്യിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എന്താ പറയുക, എൻ്റെ ഫോണിലില്ല. ഞാൻ ലോഗിൻ ചെയ്യുന്നതും 2026 തൊട്ട് നിർത്തി. ബട്ട് അതുകൊണ്ട് എല്ലാം ആയോ? ഇല്ല. ദെൻ ദർ ഇസ് അതർ ആപ്സ്. യൂട്യൂബ്, ഞാനൊരു യൂട്യൂബ് യു ക്യാൻ സേ അഡിക്റ്റ് എന്ന് പറയാം. അഡിക്റ്റ് അല്ല. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ഷോർട്സ്. നൗ വിച്ച് ബ്രിങ്സ് മീ ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റ്. അപ്പോൾ കുറേ പേര് ഈ ഷോർട്സ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഫേമസ് ആവാൻ തുടങ്ങിയപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് മീ ടു ഡു ഷോർട്സ്. പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഐ ആം റിയലി എഗെയിൻസ്റ്റ് ഷോർട്സ്. ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റിന് പക്ക എഗെയിൻസ്റ്റ് ആണ് ഞാൻ. ആൻഡ് എനിക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എന്താ പറയുക, എനിക്കിത് പറഞ്ഞേ പറ്റൂ, ഐ ആം അഡിക്റ്റഡ് ടു യൂട്യൂബ് ഷോർട്സ് ആക്ച്വലി. അതായത് കോൺഷ്യസ് ആയിട്ട് ഞാൻ യൂട്യൂബ് ഷോർട്സ് ഒഴിവാക്കും. പക്ഷെ വൺസ് ഐ ആം ഇൻ ദ ലൂപ്പ്, ഞാൻ ഒന്ന് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ പോണ വഴി അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദെൻ ദാറ്റ്സ് ദ വേഴ്സ്റ്റ് തിങ്. ഇപ്പോൾ ഈ വീഡിയോന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ക്യാൻ ജസ്റ്റ് ലീവ് ദ വീഡിയോ. ഇപ്പം ഈ വീഡിയോ നിർത്തി നിങ്ങൾക്ക് പോവാം, ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റ് കാണുന്നത് നിർത്തുക. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഈ വീഡിയോന്ന് ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ. കാരണം ഹൗ ഡേഞ്ചറസ് ഇറ്റ് ഇസ്. ഞാൻ ഫിയർ മോങ്കറിങ് ഒന്നും ചെയ്യുന്നതല്ല. ഈ റിലേഷൻഷിപ്പ് ഓരോ ആൾക്കാർക്കും ഓരോന്നായിരിക്കും. പീപ്പിൾ ഫീൽ അമേസിങ്. സ്ക്രോൾ ചെയ്തിട്ട് ദേ റിയലി ലവ് ഇറ്റ്. പുതിയ ഇൻഫർമേഷൻ, യു ഗെറ്റ് ദാറ്റ് ഡോപ്പമീൻ ഹിറ്റ്. അബ്സല്യൂട്ട്ലി എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. സോ ദിസ് ഇസ് മൈ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റ്. കുറച്ച് നേരം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഫീൽ ടെറിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എത്ര പേർക്ക് ഞാൻ അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു രക്ഷയില്ല. അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്പാവും. ഇങ്ങനെ ഞാൻ തോന്നുന്നത്, എന്താ ഞാൻ ഈ കാണിക്കുന്നത്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ദിസ് തിങ് എന്നുള്ളത്. അപ്പോൾ ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റ് നിർത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഈ ജേർണിയിൽ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട്. എനിക്കിത് ഭയങ്കര വിഷമമുണ്ട്. ദാറ്റ് വെൻ ഐ സേ ദിസ്, ഐ നീഡ് ടു ഒരു എഫേർട്ട് എടുക്കണം ഇത് ഞാൻ കോൺഷ്യസ് ആയിട്ട് നിർത്തണമെങ്കിൽ. കാരണം അങ്ങനെ നോർമൽ ആയിക്കഴിഞ്ഞു ഇപ്പോൾ ഈ ഷോർട്സും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ എന്താ പറയുക നമ്മുടെ ലൈഫിലുള്ള ഇമ്പാക്റ്റ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ വാർ. അതായത്
എന്താ പറയുക, ഞാൻ തന്നെ ഇത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനും എൻ്റെ പീസ് ഓഫ് മൈൻഡിനും എൻ്റെ എല്ലാത്തിനും ഐ നീഡ് ടു ഡു ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇതിനൊരു എഫേർട്ട് എടുത്ത് ഇതിൻ്റെയൊക്കെ എഗെയിൻസ്റ്റ് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. ഇപ്പം അത് എന്താ പറയുക, ഒരു എഫേർട്ട് എടുത്ത് നമ്മൾ ഇതിന്ന് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അത്രയും സട്ടിലായിട്ടാണ് ഈ കമ്പനീസ് ലൈക്ക് അങ്ങനെ ആയി പോയത് ആ ഒരു റിലേഷൻഷിപ്പ് ആൾക്കാരുടെ വിത്ത് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. ആൻഡ് സോ ബേസിക്കലി ഐ എം റിയലി അഗെയിൻസ്റ്റ് ദിസ് ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഷോർട്സ് ഇടാത്തത്. ബട്ട് നല്ല നല്ല ഇൻഫർമേഷൻ ഷോർട്സിൽ അത്രയും സമയമില്ലാത്ത ആൾക്കാർക്ക് അടിപൊളിയാണ് ഇൻ വൺ ഹാൻഡ്. ബട്ട് ഓവർ എ കോഴ്സ് ഓഫ് ടൈം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഫോം ഓഫ് കണ്ടന്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. ആൻഡ് ഐ അസ്യൂം അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ആൾക്കാരുടെ കൂടെ ഒരു കോൺവെർസേഷൻ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ചെയ്യാൻ പറ്റാത്തത്. മേ ബി ഐ എം റോങ്. എനിക്ക് പഴയ പോലെ ആൾക്കാരെ വിളിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാവാം. പഴയ പോലെ ഒരു സിനിമ കാണാൻ പറ്റാത്തത് അതുകൊണ്ടാവാം. ഒരു ലോങ് ഫോം ഓഫ് സിനിമ എനിക്ക് കാണാൻ പറ്റാത്തത് അതുകൊണ്ടാവാം. എൻ്റെ ആ ഒരു ടോളറൻസ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ക്ഷമയില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഞാൻ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. സോ ദ വെരി സ്റ്റെപ്പ് ഐ ഡിഡ് ഇസ് സോഷ്യൽ മീഡിയയിൽ ഈ ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റ് ഒഴിവാക്കുക. നൗ ഐ വുഡ് ലൈക്ക് ടു ടേക്ക് സം ടൈം, അതായത് ടു ടോക്ക് അബൌട്ട് ഇൻസ്റ്റഗ്രാം ഓർ എനി സോഷ്യൽ മീഡിയ ഫോർ ദാറ്റ് മാറ്റർ. ഞാൻ ബാക്കിയുള്ള ഒന്നും ഉപയോഗിക്കാറില്ല. ഇൻസ്റ്റാഗ്രാം മാത്രമേ. പണ്ട് ഫേസ്ബുക്ക് നിർത്തിയിട്ട് പല കാര്യങ്ങളായിരുന്നു. ബട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് യൂസ് ടു ബി എ പ്ലേസ് വെയർ പീപ്പിൾ ഷെയർ ദെയർ ഫോട്ടോസ്. എവിടെയെങ്കിലും പ്ലേസിന് പോയാൽ അവരുടെ ഫോട്ടോ ഷെയർ ചെയ്യും. അപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും. ദെൻ പീപ്പിൾ ഗെറ്റ് ടു നോ. ഇറ്റ് വാസ് ഫൺ. ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ആഡ്സ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ബോംബാർഡിങ് ആഡ്സ്. സംഭവം എടുത്തു കഴിഞ്ഞാൽ ഫുൾ ആഡ്സും എന്താ പറയുക അൽഗോറിതംസും ഫേക്ക് AI പോസ്റ്റും മെൻ്റൽ ഹെൽത്തിന് എന്തൊക്കെ ഡാമേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാം ഈ സാധനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം തുറന്നാലേ സീനാണ്. ലൈക്ക് യു അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും പല കാര്യങ്ങൾ. ഓരോരോ സെക്കൻഡിൽ നമ്മുടെ ഇമോഷൻസ് മാറും. അതായത് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾ ഫസ്റ്റ് പോസ്റ്റ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ആയിരിക്കും. അപ്പോൾ ദെൻ യു ജസ്റ്റ് നമുക്കും കല്യാണ വയസ്സൊക്കെ ആയല്ലോ, എന്താണ് കല്യാണം കഴിയാത്തതെന്ന് സബ് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഒരു ചെറിയ തോട്ട് പോവാം. ചിലപ്പോൾ യു ഫീൽ ഗുഡ്. അതൻ നെക്സ്റ്റ് വൺ ഇസ് എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും ആരെങ്കിലും നോക്കിയത്, ഒരു ഫൈറ്റ് ആയിരിക്കും ആരെങ്കിലും ഇട്ടിരിക്കുന്നത്, പബ്ലിക്കിൽ നടക്കുന്ന ഒരു വാറിന്റെ കാര്യമായിരിക്കും ആരെങ്കിലും ഇട്ടത്. ഒരു ഇമോഷൻ ടു ഇമോഷൻ ഒരു സെക്കൻഡിൽ നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, വിച്ച് ഇസ് വെരി ബാഡ് ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഐ എം നോട്ട് എ എക്സ്പെർട്ട്, ബട്ട് ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ മെൻ്റൽ ഹെൽത്ത്. ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇമോഷൻസിനെ കടന്ന് കളിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് യു ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്കൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണ്. റിയലി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രോ എന്ത് ചെയ്യും നമ്മൾ? യു ഷുഡ് തിങ്ക്. ഈ സോഷ്യൽ മീഡിയയും ഇത്രയും ഇതിന് വരുന്ന മുമ്പ് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു, ഞാനിപ്പോൾ ഒരാളുടെ ചോദിക്കുകയാണ്, ഫോൺ ഞാൻ 5 ദിവസം മാറ്റി വയ്ക്കുക, വാട്ട് യു ഡു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറയാനുള്ള ആൻസർ ഇല്ല. എനിക്കും ഇല്ല. വാട്ട് ഐ ഡു. ഒരു സോഷ്യൽ മീഡിയ, നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ ഒരു വലിയ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, ലെറ്റ്സ് സേ 8 hours. ഫോൺ ഇല്ലാതെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പറ്റില്ല. പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുമോ? ഇല്ല. എന്നാൽ ആരെങ്കിലും വിളിക്കുകയോ? ഇല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് 8 മണിക്കൂർ എങ്ങനെയെങ്കിലും സമയം കളയും നമ്മൾ, അല്ലേ? അത് കഴിഞ്ഞ് യു വോണ്ട് ഫീൽ ഗുഡ്. ഇതിപ്പോൾ 8 മണിക്കൂറിന്റെ കണക്കൊന്നും അല്ല. നിങ്ങളൊരു ജിമ്മിന് 20 മിനിറ്റാണ് ബസ്സിൽ. ഈ കനോട്ട്. ഇതില്ലാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ജിമ്മിന് പോണവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ചുറ്റും എന്താ നടക്കണമെന്ന് ആർക്കും അറിയില്ല. ഇത് ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. ഐ ഡോണ്ട് ബ്ലെയിം. ഇങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, 3 days ബാക്ക് ഒരു ട്രിപ്പിൽ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, യൂട്യൂബോ എന്തോ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പ് വന്നു.
എന്തോ ഭാഗ്യത്തിന് നോക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റോപ്പ് പോയേനെ. എന്നിട്ട് ഞാൻ ഇറങ്ങി. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്താ ഞാൻ കാണിക്കുന്നത്, വാട്ട് ആം ഐ റിയലി ഡൂയിങ് എന്നുള്ളത്. അപ്പോൾ ഇറ്റ്സ് ഒരു ഈ ഒരു കണ്ടീഷൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അതായത് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഡിസ്ട്രാക്ഷൻ നമ്മളെ ഒന്ന് ഇതാക്കാൻ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ലൈഫ് സിമ്പിൾ ആവുമോ? അല്ല, ലൈഫ് ആസ് ഇറ്റ് ഈസ് അതേപോലെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരും. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്പീരിയൻസ്. ബട്ട് ദെൻ അത് ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് സങ്കടങ്ങൾ വരാം, നിങ്ങൾക്ക് സെറ്റ് ബാക്സ് വരാം. ബട്ട് ഈ ഒരു ഡിസ്ട്രാക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് മര്യാദയ്ക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. നാളെ എനിക്ക് ജോലി പോയി എന്ന് വെക്കുക, ഞാൻ അതിനെ ഡീൽ ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലാതെ ആ പ്രോബ്ലം മാറ്റി വെച്ചിട്ട് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സോ ദ ഹോൾ പോയിന്റ് ഓഫ് ഈ സോഷ്യൽ മീഡിയ, അതായത് ഈ ഒരു യൂട്യൂബ് വീഡിയോ തന്നെ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഐ നോ ഇറ്റ്സ് എൻ ഐറണി. ഐ ടോക്ക് അബൌട്ട് സോഷ്യൽ മീഡിയ നിർത്തണം, ബട്ട് ഐ യൂസ് സോഷ്യൽ മീഡിയ ടു ടെൽ യു ദാറ്റ്, അല്ലേ? ബട്ട് അതങ്ങനെയല്ല. ഐ തോട്ട് ഇൻസ്റ്റെഡ് ഓഫ് കൺസ്യൂമിങ് ഐ വിൽ ക്രിയേറ്റ് കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ നീഡ് ടു ഡു ഇറ്റ്. ഞാൻ എല്ലാ ആഴ്ചയും ഐ വിൽ ട്രൈ ടു മേക്ക് എനി വീഡിയോ, ലൈക്ക് എന്തെങ്കിലും എനിക്ക് തോന്നുന്ന വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആഴ്ചയും ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ എഡിറ്റ് ഇറ്റ്, കുറച്ച് കാര്യങ്ങൾ ചെയ്യും, യൂട്യൂബ് തംബ്നെയിൽ ഒക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ഈസി. ബട്ട് ദെൻ ഐ മേക്ക് സം എഫേർട്ട് ആൻഡ് ഡു സംതിങ്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. സോ വിച്ച് ബ്രിങ്സ് മീ ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഡു സംതിങ്. ഗൈസ്, ഈ സോഷ്യൽ മീഡിയ അല്ലാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടാവും. യു മൈറ്റ് ബി എ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. യു ആർ ഡൂയിങ് സംതിങ്. നിങ്ങൾ ഷോർട്ട് ഫോം ഓഫ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. നിങ്ങൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് ചെയ്യുന്നുണ്ട്, ദെൻ യു ഗെറ്റ് ഓൾ ദ തിങ്സ്, അത് ഓക്കെ. ബട്ട് ദെൻ ട്രൈ ടു അവോയ്ഡ് ദിസ് ചീപ്പ് ഡോപ്പമീൻ. ഈ ചീപ്പ് ഡോപ്പമീൻ നമ്മൾ ചേസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ പോയി ഇരുന്നിട്ട് നമുക്ക് ഈ നേച്ചറിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ആസ് സിമ്പിൾ ആസ് ഒരാളുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുക, അപ്പോഴൊക്കെ നമുക്കൊരു സന്തോഷം ആക്ച്വലി വരണം. പക്ഷെ നമുക്കിപ്പം വരുന്നില്ല. കാരണം ഈ ചീപ്പ് ഡോപ്പമീൻ നമ്മൾ ഇങ്ങനെ അടിച്ചേറ്റിട്ട് യുവർ ബേസ് ലെവൽ ഓഫ് ഡോപ്പമീൻ ഇസ് സോ ലോ ദാറ്റ് നോർമൽ ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ലൈഫ് ദേ ഡോണ്ട് ഫീൽ സ്പെഷ്യൽ എനിമോർ. ഇതാണ് സത്യം. ഇപ്പം ഇത്രയും ഞാൻ പറയുന്നുണ്ടല്ലോ, ഐ എം നോട്ട് ഏബിൾ ടു, ഇതെനിക്ക് ഫുള്ളായി ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് എഫേർട്സ് ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. But then I'm not satisfied with what I do. So that's the whole point of this YouTube video. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകും. ഐ ഹാവ് ടു ഡു സംതിങ്. നൗ മനസ്സിലായോ? എല്ലാ ആഴ്ചയും നൗ ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ മേക്ക് എ വീഡിയോ. ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്യും, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടൈം ഐ സ്പെൻഡ് ഇറ്റ് ഔട്ട് ഓഫ് ദിസ് സോഷ്യൽ മീഡിയ. യു ഡു സംതിങ്. നിങ്ങൾ പെർസ്യൂ എന്താ പറയുക ഹാബിറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളൊക്കെ ഭയങ്കര അതാവണം എന്നല്ല. സോഷ്യൽ മീഡിയ അല്ലാതെ വേറൊരു സാധനം നമുക്ക് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആൻഡ് സോഷ്യൽ മീഡിയ ഫുള്ളായി ഒഴിവാക്കാൻ ഞാൻ പറയുന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എൻ്റർടൈൻമെൻറ്റ്. യൂട്യൂബിൽ നമുക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് ഉണ്ടാവുമായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഡെയിലി യൂട്യൂബിന് ഒരു ടൈം വെച്ചിട്ട്, നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണ് പണ്ട് എന്താ പറയുക കാർട്ടൂണൊക്കെ കാണുന്നു. ആ കാർട്ടൂൺ ആ സമയം വരുമ്പോൾ നമ്മൾ ടി വിയുടെ മുമ്പിൽ ഇരിക്കും ആൻഡ് വി ഡെഡിക്കേറ്റ് ദാറ്റ് ടൈം, അല്ലേ? നമ്മൾ പണ്ട് പോക്കിമോണും, സോ മൈ ടൈം ഐ യൂസ് ടു വാച്ച് നോഡിയും പോക്കിമോണും ഓസ്വേളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോബ് ദ ബിൽഡർ, ഇതൊക്കെയാണ് എൻ്റെ ചൈൽഡ്ഹുഡ് കാർട്ടൂൺസ്. ടോം ആൻഡ് ജെറി നിറയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പവർ പഫ് ഗേൾസ്, ആ ഒരു സമയത്ത് വരുമ്പോൾ നമ്മൾ അപ്പോൾ ഇന്ന് കാണും പോകും. അപ്പോൾ ആ ഒരു ടൈം വി റിയലി എൻജോയ്ഡ് ദാറ്റ് തിങ്. അതേപോലെ യൂട്യൂബും അങ്ങനെ ഉപയോഗിക്കണം. ഈ സ്മാർട്ട് ഫോൺ വന്ന പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമായി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോഴും ചെയ്യുന്നു. ഇതിനൊരു ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കാതെ നമ്മൾ എല്ലാ സമയത്തും ഇതിലാണ്. ഇപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം എവിടെയാണെന്നുള്ളതാണ്.
ആൻഡ് ഈ വീഡിയോ കാണുന്ന എല്ലാ ഫുൾ ടൈം വർക്കേഴ്സിനും യു ഹാവ് എ ബോണസ്. നിങ്ങൾക്ക് 9 to 5 ജോബ് ഉണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ ബെസ്റ്റ് തിങ് ടു ഡു. ആ 9 to 5 സോഷ്യൽ മീഡിയയിൽ ഇരിക്കാതെ നോക്കുക. യു വിൽ താങ്ക് മീ റിയലി. നിങ്ങളുടെ ലെവൽ ഓഫ് വർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവട്ടെ, നിങ്ങൾ പുട്ട് ഔട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ആയിരിക്കട്ടെ, ഇറ്റ് വിൽ ബി വെരി നൈസ് വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ. ട്രസ്റ്റ് മീ, രാവിലെ എണീച്ച് മൊബൈൽ തൊടാതെ നിങ്ങൾ വർക്കിന് പോയി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മൊബൈൽ എടുക്കുമ്പോൾ ഉള്ള ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, സത്യമായിട്ട് പറയണം. ട്രൈ ദാറ്റ് ആൻഡ് കമൻറ്റ്. ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ എക്സ്പീരിയൻസ്, സോ ദാറ്റ് അതർ പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്താ പറയുന്നത്. ഫോർ സ്റ്റുഡൻസ് യു ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. നിങ്ങൾക്ക് ആൾക്കാരുടെ കൂടെ പ്ലാൻ ചെയ്യുക പുറത്തു പോയിട്ട്. ആൻഡ് ഞാൻ പറഞ്ഞത് അതാണ്, നിങ്ങളൊക്കെ ഭയങ്കര ഈ സമയത്തൊക്കെ ഇരുന്ന് പഠിച്ച് ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യണം, പ്രൊഡക്ടിവിറ്റി, എന്താ പറയുക, ഹൈപ്പർ പ്രൊഡക്ടിവിറ്റി, അതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇസ് വെരി സിമ്പിൾ. ഞാൻ പെർസ്യൂ ചെയ്യാൻ പറയുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോബി, പാട്ട് പാടുന്നതായിരിക്കും നിങ്ങളുടെ ഹോബി, ഡാൻസ് ആയിരിക്കും നിങ്ങളുടെ ഹോബി, ഡാൻസ് ചെയ്ത് റീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഹോബി. അതൊക്കെ ചെയ്യൂ. ഇറ്റ് കുഡ് ബി കുക്കിംഗ് ചെയ്യാം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കുക്കിംഗ് പ്രോപ്പറായിട്ട് നിങ്ങൾ വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്, ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്, ഇരുന്ന് മിണ്ടാതെ സൈലൻസിൽ കഴിക്കുക, ആൾക്കാരെ വിളിക്കുക, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വീട്ടിലെ അച്ഛനമ്മയൊക്കെ വിളിച്ച് സംസാരിക്കുക, ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുക. യു ക്യാൻ ഡൂ ദാറ്റ്. അല്ലെങ്കിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഒരു ഹോബിയായിട്ട് ഫിറ്റ്നസ് എന്തെങ്കിലും ചെയ്യുക, ഓടാൻ പോവുക. ഓടാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഫിറ്റ്നസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജിമ്മിന് പോകൂ, ഡെഡിക്കേറ്റ് സം ടൈം. ആൻഡ് എന്താ പറയുക, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഐ എം ട്രൈങ് ടു ഫിറ്റ് ഇൻ ആസ് മച്ച് ആക്ടിവിറ്റീസ് ആസ് പോസിബിൾ, ആസ് മെനി ആക്ടിവിറ്റീസ്. അതായത് ബേസിക്കലി ഇപ്പോൾ എനിക്ക് പാട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, മ്യൂസിക്കിൽ. നോട്ട് എ ട്രെയിൻ സിംഗർ, പക്ഷെ പാടാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പാട്ടിൽ കുറച്ച് ഇങ്ങനെ ഫോക്കസ് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ യൂട്യൂബ്, പിന്നെ യു ക്യാൻ ജസ്റ്റ് വാച്ച് എ മൂവി. ഒരു സിനിമ കാണൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പ്രോപ്പറായിട്ട് വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻ? ഞാനൊക്കെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒരു സിനിമ പകുതി കണ്ടിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത പകുതി കണ്ടത്. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ എനിക്ക് വരുന്ന, ഒരു 2.5 മണിക്കൂർ സിനിമ കാണാൻ എനിക്ക് പറ്റുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ഐ ഫീൽ റിയലി പിറ്റി. ആൻഡ് ഓഫ് കോഴ്സ് ഗെയിമിങ്, അതാണ് ഇതിൻ്റെയൊക്കെ പീക്ക്. എന്താ അറിയോ, ഐ എം എ ഗെയിമർ. ഞാൻ ചെറുപ്പം തൊട്ടേ നിറയെ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. എന്താ പറയുക, കമ്പ്യൂട്ടർ ഗെയിംസ്, ഫിഫ, ആക്ഷൻ ഗെയിംസ്. ഐ പ്ലേ ഓൾ ദ ഗെയിംസ്. ഐ ഹാവ് എ PlayStation 5. ഞാനൊരു PlayStation 5 വാങ്ങിച്ചു. എന്നിട്ട് എനിക്ക് ഗെയിംസ് ഉണ്ട്, പക്ഷെ കളിക്കാൻ തോന്നുന്നില്ല. അതാണ് പ്രശ്നം. ഒരു ഗെയിം. ആൻഡ് ഈ ഒരു പോയിന്റിൽ എനിക്ക് പറയാനുള്ളത്, ഗെയിമിംഗ് ഇസ് വേ മോർ ബെറ്റർ ദാൻ സ്ക്രോളിംഗ് ഫോർ യുവർ മെന്റൽ ഹെൽത്ത്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ യു ആർ ലൈക്ക് ഫോക്കസ്ഡ്, ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ കളിക്കണം. അതും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഐ എം നോട്ട് ഏബിൾ ടു പ്ലേ ഗെയിംസ്. ചുമ്മാ കിടക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും ഒരു ഫിഫ കളിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പം ഞാൻ എൻ്റെ ഇമോഷൻസ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ്. എൻ്റെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്, ഇതാണ് എൻ്റെ ഗോൾ. സോ ഈ വീഡിയോ സീരീസും ഞാൻ അതിൻ്റെ ഒരു മോട്ടിവേഷനായിട്ട് ഇടുകയാണ്. സോ നിങ്ങൾക്ക് എനിക്കിത് പറയണം തോന്നി. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഉള്ള പരിപാടി അതാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും പറയും ദിസ് ഇസ് ദ ഡാം തിങ്, ഇത് കാരണമാണ് എല്ലാ പ്രോബ്ലവും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, ഡൂം സ്ക്രോളിങ്. ബട്ട് ദെൻ പീപ്പിൾ ആർ റിയലി മിസ്സിങ് ഔട്ട് ഓൺ എന്ത് ചെയ്യും ഇതില്ലെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതാണ് ഐ വിൽ ട്രൈ ടു ഇനിയും കുറേ വീഡിയോസ് ഇതിൽ ചെയ്യണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതില്ലാതെ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കണം. ഇതില്ലാത്തൊരു ലൈഫ് നിങ്ങൾക്ക് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഒരു ടൈമിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ കുറേ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ സം ഓഫ് ദം റിയലി വർക്ക്. ലൈക്ക് സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമേ ഉപയോഗിക്കുന്നില്ല. ഐ ഡോണ്ട് ഹാവ് എൻ ആപ്പ്. ഇൻസ്റ്റാഗ്രാമില്ല, ആസ് ഐ ടോൾഡ് യു, ലോഗിനും ചെയ്യുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എൻ്റെ ലൈഫിൽ നിന്ന് പോയി. കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ സോൾവ് ആയി. അടുത്തത് ഈ യൂട്യൂബ് ഷോർട്സ് നിന്ന് ഞാൻ എങ്ങനെയാണ് പുറത്ത് വരിക എന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദെൻ
നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലാത്ത ടൈമിൽ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. യു ഷുഡ് ഓൾസോ ട്രൈ സിറ്റിംഗ് സിംപ്ലി. ബോറടിക്കുക എന്ന് പറയുമല്ലോ. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ പുറത്ത് പോയി ഒരു ക്യൂവിൽ നിൽക്കുകയാണ്, മിണ്ടാതെ നിൽക്കുക, ചുറ്റും നോക്കിക്കൊണ്ട് ഈ മൊബൈൽ അപ്പം തന്നെ എടുത്ത് ഡിസ്ട്രാക്ട് ആവാതെ. അങ്ങനെ നിങ്ങൾ, ഐ തിങ്ക് ദിസ് ഇസ് എൻ എക്സസൈസ്. നമ്മൾ ബൈസെപ്സ് അടിച്ച് ബൈസെപ്സ് ഗ്രോ ആവും. അതുപോലെ തന്നെ നമ്മൾ ഈ അലോൺ ടൈം ഉണ്ടല്ലോ, വിത്തൗട്ട് സോഷ്യൽ മീഡിയ, മിണ്ടാതെ ഇരുന്ന് നമ്മൾ തന്നെ പല കാര്യങ്ങളും. ആൻഡ് ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. യു ഷുഡ് ഓൾസോ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മിണ്ടാതെ, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ, മൊബൈൽ ഒന്നും ഇല്ലാതെ മിണ്ടാതെ നിങ്ങൾ ഇരുന്ന് നിങ്ങൾ ഇങ്ങനെ പുറത്ത് കുറച്ച് നേരം എല്ലാ ദിവസവും നിങ്ങളുടെ ഏത് സമയമാണെങ്കിലും കുറച്ച് നേരം മിണ്ടാതെ ഇരുന്നു, ഇതൊന്നും ഇല്ലാതെ ഇരുന്ന് നോക്കൂ. കുറേ നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട്സ് പുറത്തു വരാൻ തുടങ്ങും. യു ക്യാൻ റൈറ്റ് ഇറ്റ്. സോ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ജേർണലിങ്. ഞാൻ ജേർണലിങ് ചെയ്യാറുണ്ട്. വലിയ കാര്യമൊന്നുമല്ല, ചുമ്മാ അത് എഴുതി വയ്ക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. സോ എല്ലാ ദിവസവും കുറച്ച് അലോൺ ടൈം നിങ്ങൾക്ക് തന്നെ കൊടുക്കാൻ നോക്കൂ. ദ ബെസ്റ്റ് ടൈം ഇസ് ലൈക്ക് മോർണിംഗ്. രാവിലെ എണീച്ചതും മൊബൈൽ നോക്കണ്ട, അലാം ഓഫ് ചെയ്ത് വെച്ചിട്ട്. സോ ദ ഹോൾ പോയിന്റ് ഓഫ് ദ വീഡിയോ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യുക. ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. ഇറ്റ് നീഡ്സ് ടു ബി എക്സ്പീരിയൻസ്ഡ്. അല്ലാതെ don't get distracted and just be distracted throughout your life. ഇത് പറയുമ്പോൾ ഇത്തിരി ഓവറായി തോന്നും, പക്ഷെ അങ്ങനെയാണ്. വി ആർ ഡിസ്ട്രാക്റ്റഡ് ദ ഹോൾ ടൈം. വി ആർ നോട്ട് ലിവിങ്, വി ആർ ജസ്റ്റ് വേസ്റ്റിംഗ് അവർ ലൈഫ്സ് എന്ന് ഞാൻ പറയും. അതാ പറഞ്ഞത്. ഞാൻ ഈ വേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഞാൻ ഗ്രേറ്റ്നെസ് പെർസ്യൂട്ട് ചെയ്യണോ, ഐ നീഡ് ടു അച്ചീവ് ദാറ്റ്. അതൊന്നുമല്ല. യു ക്യാൻ ജസ്റ്റ് ബി. നിങ്ങൾ ആരെയും കാണിക്കേണ്ട ആവശ്യം കൂടിയില്ല. ജസ്റ്റ് ലിവ് യുവർ ലൈഫ്. എനിക്ക് ഇതിനെക്കാട്ടിലും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിയില്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അല്ലാതെ പല കാര്യങ്ങളും നമുക്ക് ലൈഫിൽ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം, നിങ്ങളുടെ പരിപാടി എന്താണെന്ന്. നിങ്ങൾക്ക് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്. വി ഹാവ് വേറെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക്. പക്ഷെ അത് ഈ ഒരു ടൈമിൽ നമ്മൾ അത് മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ട് നമ്മൾ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കൂ. എല്ലാ ദിവസവും കുറച്ച് ടൈം സോഷ്യൽ മീഡിയ ഇല്ലാതിരിക്കൂ. എനിക്കറിയാം, കോൾഡ് ടർക്കി ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ നാളെ തൊട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് താഴെ വെച്ചാൽ അടുത്ത മിനിറ്റ് എടുത്ത് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയല്ല, ഒരു ബാലൻസ് വേണം. അപ്പം നിങ്ങൾ ആദ്യം ഈ ബാലൻസ് വേണം. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ആദ്യത്തെ 5 മണിക്കൂർ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കൂ. യു വിൽ ഫീൽ അമേസിങ്. സോ ഈ വീഡിയോ കൊണ്ട് എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഈ വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു. ഐ ഡെഡിക്കേറ്റ് ദിസ് വീഡിയോ, ആസ് ഐ ടോൾഡ് യു, ഐ ഡെഡിക്കേറ്റ് ദിസ് വീഡിയോ ടു മൈസെൽഫ്. ആൻഡ് ഐ വിൽ ബി മേക്കിംഗ് മോർ വീഡിയോസ് ഓൺ ദിസ് ടോപ്പിക്. ആൻഡ് ആർക്കെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നാൽ താഴെ കമൻറ്റ് ചെയ്യുക. ലെറ്റ് പീപ്പിൾ നോ. അല്ല, യു ക്യാൻ ഓൾസോ സേ, ബ്രോ അങ്ങനെയൊന്നുമില്ല, സോഷ്യൽ മീഡിയ ഇസ് ഗുഡ്, ഇൻസ്റ്റാഗ്രാമൊക്കെ മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞാൽ ഐ ആം റിയലി ഹാപ്പി. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഷെയർ യുവർ തോട്ട്സ് ആസ് വെൽ ഇൻ ദ കമൻറ്റ് സെഷൻ. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. വേറൊന്നും എനിക്ക് പറയാനില്ല. അൺടിൽ ദെൻ, ദിസ് ഇസ് ബൈസപ്പ് മണി സൈനിങ് ഓഫ്. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. എൻജോയ് യുവർ ലൈഫ്. എത്രയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും എൻജോയ് ചെയ്യുക. ബട്ട് ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. എല്ലാത്തിനും നിങ്ങൾ ആ ഡിഫറൻസ് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അൺടിൽ ദെൻ, ദിസ് ഇസ് ബൈസപ്പ് മണി സൈനിങ് ഓഫ്. ബൈ.